അപ്പൊ നമ്മള് ട്രൈപോഡിലാട്ടോ എടുക്കണത്. മറ്റത് നമ്മള് മറ്റേ സാധാ കയ്യിൽ പിടിച്ചിട്ട് എടുക്കുമ്പോഴേ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നല്ല എളുപ്പട്ടോ. അതെ. ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മ ഇതിലൊക്കെ എടുത്ത് പഠിക്കണം. നോക്കട്ടെ അമ്മ പറ്റുമോ നോക്കാം. ഞാൻ ശ്രമിക്കും. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. അമ്മേനെ കെട്ടിപ്പിടിക്കാൻ നല്ല സുഖം. എന്താ അറിയോ? തടിയിലുണ്ട്. പണ്ട് എന്റെ ഒപ്പമുള്ള ഫ്രണ്ട്സ് ഒക്കെ പറയലുണ്ട് മയനെ ഹഗ് ചെയ്യാൻ നല്ല സുഖം. അപ്പൊ എന്താ തടിയിലുണ്ടാണ് പറയുന്നത്. അതെ. അപ്പൊ ഇത് ഏകദേശം ആവാറായിട്ടോ. ഞാൻ ഒന്നുകൂടെ മറിച്ചെടുത്തേ കാണിക്കാട്ടോ. നമുക്ക് കുറെ പണിയുണ്ട് കേട്ടോ. ഇവിടെ ഹോളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മൾ പോയി വന്നല്ലേ ഉള്ളൂ. ചന്ത ഉറങ്ങുന്നു. വാവാവു നീ വാവാവോ വാവാ കുട്ടി വാവാവോ. അങ്ങനെ ഉറങ്ങുകയാണ്. ഇന്ന് ഞാൻ അങ്ങനെ കത്രിക പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താന്ന് അമ്മ ഇങ്ങനെ വന്നിരിക്കണേ. നമ്മളിപ്പോൾ ഒന്ന് ടൗണിലൊക്കെ പോയി കഴിഞ്ഞ് വന്ന് വിശ്രമിക്കാൻ നേരത്താണ്. ചായക്ക് കാപ്പിക്ക് ചായയും കാപ്പിയും ഒന്നും തന്നെ ഇല്ല കേട്ടോ. നമ്മൾ സോറി കാപ്പിക്ക് വൈകുന്നേരത്തേക്ക് ഒന്നും ഇല്ലല്ലോ കഴിക്കാൻ ആലോചിച്ചത്. നമ്മളങ്ങനെ ഡെയിലി ഒന്നും കഴിക്കില്ലല്ലോ. നമ്മളങ്ങനെ എണ്ണ പലഹാരം കഴിക്കല് കുറവ്, എപ്പോഴെങ്കിലും ഉള്ളൂ. അതെ, എണ്ണ പലഹാരം പോയിട്ട് ബേക്കറിന് കുറവാ. എപ്പോഴും ഇങ്ങനെ കാണിക്കുമ്പോ ചിലപ്പോ നമ്മള് ഇതൊക്കെ കഴിച്ചിട്ടാണോ നമ്മളെ വണ്ണം ഇങ്ങനെ കൂടാൻ കാരണം എന്നുള്ള തോന്നലൊന്നും വേണ്ട കേട്ടോ. ഞങ്ങളങ്ങനെ കഴിക്കാറേ ഇല്ല. അതെ, നമ്മള് നോൺ പോലും കഴിക്കില്ല. അപ്പൊ പിന്നെ നിങ്ങക്ക് മനസ്സിലാക്കിക്കൂടെ. അപ്പൊ കഥയിലേക്ക് വരാം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴംപൊരിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പഴംപൊരിയോ, ഇതെല്ലാവർക്കും അറിയണ സാധനല്ലേ, ഇതെന്താ ഇത്ര ഹൈപ്പോട് കൂടി ഇത്ര ഭംഗിയാക്കിയിട്ട് കാണിക്കാനുള്ളത്, ഇതിപ്പോ എല്ലാവരും ഉണ്ടാക്കണല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിതില് അപ്പസോഡ ഇല്ലേ, അപ്പസോഡ ഒന്നും ഇടാതെ അപ്പസോഡ ചിലര് ദോശമാവ് ഒഴിക്കുമേ. കേട്ടിട്ടുണ്ട്. ഒക്കെ കിട്ടാൻ വേണ്ടി വേറെ ടേസ്റ്റ് ആണ്. അതെ അതെ അതെ, അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്യണേ, അതൊന്നും ഇല്ലാതെ നല്ല ഇങ്ങനെ പൊള്ളച്ചിങ്ങനെ വന്ന നല്ല വീർത്ത ഉരുണ്ട പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. മമ്മു സ്പെഷ്യലാണ്. അതെ. അപ്പൊ ഇതിലേക്ക് നമ്മള് 1 കപ്പാണ് മൈദ എടുത്തിരിക്കണത് കേട്ടോ. എത്രയാണ് അതിന്റെ അളവ്? 1 കപ്പ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 അല്ലെങ്കിൽ 250 മില്ലി. വെള്ളാണെങ്കിൽ നമ്മള് മില്ലി അല്ലേ, മറ്റേത് 1 കപ്പ്. 1 കപ്പ് നമ്മളിങ്ങനെ എഴുതിണ്ടാവുമല്ലോ നമ്മളുടെ ഈ മെഷറിംഗ് കപ്പില് 1 കപ്പ്. ശരി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അത് എടുക്കാൻ മറന്നു അമ്മേ. അപ്പൊ നമുക്ക് അരിപ്പൊടി എടുക്കാം. അതെ, പോരാ. അപ്പൊ നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി വേണം കേട്ടോ. അപ്പൊ അരിപ്പൊടി നമ്മളിവിടെ ഒരു ടീസ്പൂണോളം മതിയേ. അധികം വേണ്ട അല്ലേ? അധികം വേണ്ട. ഇതൊരു മുരുമുരുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1.5 ടീസ്പൂൺ ഇട്ടോളൂ. 1.5 ഇട്ടോളൂ കേട്ടോ. ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, അതാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. ഒരു 1.5 ടീസ്പൂണോളം അരിപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ വേണ്ട അറിയോ? പഞ്ചസാര വേണം. പഞ്ചസാര നമുക്കിതാ ഈ 1 കപ്പില് അങ്ങനെ അളവൊന്നുമില്ല, നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് അത്ര മതിയാവും. ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ പഴത്തിന്റെ എന്താ പറയാ മധുരവും ഒക്കെ കണക്കിലെടുത്തിട്ട് നിങ്ങൾ അങ്ങനെ എടുത്തോളൂ കേട്ടോ. അതെ, നല്ല മധുരമുള്ള പഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പഞ്ചസാര ചേർക്കണ്ട, കുറച്ച് മതി. അതെ 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 അതെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേണം. അതിനു മുന്നേ നമുക്ക് ഇതിലേക്ക് വേറൊരു സംഭവം കൂടെ വേണം. നമ്മൾ പറഞ്ഞല്ലോ ദോശമാവ് ഒഴിക്കണില്ല, അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ഇടുന്നില്ല, അപ്പസോഡ അതൊന്നും ഇടുന്നില്ല. അതിന് പകരം ഇപ്പൊ നമ്മള് ഇടുന്നത് എന്താന്ന് വെച്ചാൽ ഈസ്റ്റ്. നമ്മളെ ഇൻസ്റ്റന്റ് ഈസ്റ്റോ ഏതും പറ്റും കേട്ടോ. ഇത് നമ്മള് കുറച്ച് നേരത്തെ റെഡിയാക്കി വെക്കണം മാത്രം അല്ലേ. ഒരു 3/4 ടീസ്പൂണോളം ഈസ്റ്റ് കേട്ടോ. ഇത്ര മതി കേട്ടോ. ഇത് നമുക്ക് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാ. ഇതിലിട്ട് കുഞ്ഞി തരിതരിയില്ലേ. അതെ അതെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് വന്നോട്ടെ ക്യാമറ കാണിക്കാം. അപ്പൊ ഇതിലേക്ക് നമ്മളൊരു ഇളം ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇളം ചൂടുവെള്ളം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു 250 മില്ലിയോളം മതിയാവും. അതെ, പാകത്തിന് ഏകദേശം നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതന്നെ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, എന്നാല് ഞാനേ വിസ്കോണ്ട് ആക്കാം. അതാകുമ്പോ ശരിക്കും കറക്റ്റ് ആയി കിട്ടും, ഇങ്ങനെ ബ്ലെൻഡായി കിട്ടും. അതെ, മറ്റേതേ കട്ട കെട്ടിയ പണിയേ. ഇളം ചൂടുവെള്ളം എടുക്കണം കേട്ടോ. അപ്പൊ ഈസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, നന്നായിട്ട് ഇതിലേക്ക് പ്രവർത്തിക്കും, നല്ല പിടിക്കും. അതെ, അതിന്റെ പ്രവർത്തനം കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ ഈ ഒരു വിസ്കോണ്ട് കട്ട കെട്ടാതെ തന്നെ ഇളക്കണം.
എത്ര വേഗമായി അമ്മു. അതെ നമ്മള് കൈ കൊണ്ടാണെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ആവും. അതെ ഒക്കെ പണിയില്ല കൈ കൊണ്ട് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ കട്ടുണ്ടാവാനേ പാടില്ല. അതെ അതെ അതെ. ഇപ്പൊ കട്ടൊക്കെ ഉടഞ്ഞില്ലേ? ഉടഞ്ഞു. എന്താ ഭംഗി കാണാൻ. അതെ അതെ. നിങ്ങൾക്ക് പഴംപൊരിയാണോ ഉഴുന്നുവടയാണോ കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറയണം കേട്ടോ. പഴംപൊരി, ഉഴുന്നുവട, ഉള്ളിവട. എനിക്ക് ഉഴുന്നുവട വീട്ടിലുണ്ടാക്കുന്ന ഉഴുന്നുവടയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ്? ഉള്ളിവടയോ? ഉള്ളിവട. ആ റെഡി ആയി കണ്ടോ? ഒരു കട്ട കെട്ടാതെ ഒരു നല്ല വൃത്തിയിൽ പോലും ഇല്ല. അതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതെ. ഇനി ഇത് നമ്മൾ കുറച്ചു നേരം ഒരു അരമണിക്കൂറോളം മതി. ഇപ്പൊ കറക്റ്റ് മാവ് കറക്റ്റ് ആയില്ലേ? ഇനി വെള്ളം വേണ്ടല്ലോ? വേണ്ട, പാകായി. അതെ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം? അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്കിത് തുറക്കാം. ഇതൊന്ന് ഇങ്ങനെ അടച്ചു വെച്ചോട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിന്റെ മുകളിൽ തന്നെ പഴം നമ്മളിപ്പോ ഇന്ന് വന്നപ്പോ വാങ്ങിച്ചതാട്ടോ. ഇതൊന്ന് നന്നായിട്ട് കഴുകട്ടെ കേട്ടോ. 3 പഴം എടുക്കുന്നുണ്ട് ഇപ്പൊ. നമ്മളൊന്ന് ഡോക്ടറെ കണ്ടുവരുന്ന വഴി നമ്മള് ജാൻജൂമിലൊന്ന് കേറി. അപ്പൊ അവിടുന്ന് പഴം വാങ്ങി. ഒരു പഴം 3 ആക്കാം അല്ലേ? നല്ല പഴാട്ടോ. നല്ല എന്താ നല്ല പഴുത്ത. നമ്മ കുറച്ചുകൂടെ വിട്ട് നിന്നാ ഇത് കൂടെ കിട്ടും. പഴം കിട്ടില്ലേ? ഉണ്ട് ഉണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും എടുക്കാൻ അറിയില്ല കേട്ടോ. വീഡിയോ അമ്മ ഇങ്ങനെ പറഞ്ഞെന്ന് കുറേശ്ശെ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അങ്ങനെയല്ലേ അമ്മയെല്ലാം പഠിക്കുക. അതെ. മുത്തശ്ശിക്ക് പഴംപൊരി ഇഷ്ടാ. ഉള്ളിവടയും പഴംപൊരിയും പരിപ്പുവടയും ഓഹോ നല്ല കഴിക്കും മാഷാത്തി. പഴംപൊരി വലിയ ഇഷ്ടം തോന്നുന്നു. എപ്പോഴും പറയാറുണ്ടല്ലോ. അതെ. ഇപ്പൊ 7 ആയി അമ്മേ. ഇനിയിപ്പോ കിട്ടും. ഒരു 4 കൂടെ അല്ല 3 4 കൂടെ നോക്കാം. എടുക്കാല്ലേ? മാവ് തികഞ്ഞാതിരുന്നു. മാവ് തികഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കാര്യം വിചാരിച്ചോളൂ. സെയിം തന്നെ ഒന്നുകൂടെ ചെയ്താൽ മതി. അതെ. അല്ലെങ്കിൽ നമ്മള് ചിലപ്പോ തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കഷ്ണാക്കാം. അതെ അതെ. ചെറുതാകുമ്പോ എന്തായാലും മാവ് തികയും. നിങ്ങൾ ഇതേപോലെയാണോ പഴംപൊരി ഉണ്ടാക്കുക എന്നുള്ളതെന്ന് പറയൂ കേട്ടോ. പണ്ട് നിങ്ങള് എന്താ ഓർഡർ ഉള്ള സമയത്ത് പഴംപൊരി കൊടുത്തിരുന്നു? ഞങ്ങളല്ലേ? കൊടുത്തിണ്ടായിരുന്നു. 10 എണ്ണം കിട്ടിയ നല്ല പഴമായോണ്ടേ അധികം പഴുക്കാത്തതൊന്നും നല്ല പഴുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണല്ലോ. അപ്പൊ എന്നാ അതിന് ശേഷം അരമണിക്കൂറിന് ശേഷം സ്പെഷ്യൽ കട്ടൻ ചായ കാണിക്കാം. ആയിക്കോട്ടെ. അപ്പൊ എന്നാ അരമണിക്കൂറിന് ശേഷം കാണാം. അമ്മോ മുത്തശ്ശി പഴംപൊരി ആയോ വെച്ചിട്ട് വന്നു. പായി കഴിഞ്ഞിട്ട് മുത്തശ്ശിക്ക് കൊടുക്കാം നമുക്ക്. മുത്തശ്ശി അതാ പോണു. അതാ മുത്തശ്ശി എപ്പോഴേക്കും ചായ ഉണ്ടാക്കട്ടെ എന്ന്. അല്ല കാപ്പി ഞങ്ങക്ക് കട്ടൻ കാപ്പി കുടിക്കാം. അമ്മന് കട്ടൻ ചായ കൂടുതൽ ഇഷ്ടം. കട്ടൻ ചായ കൂടുതൽ ഇഷ്ടം. രാവിലെ ഇഷ്ടമാണ് കട്ടൻ കാപ്പി. വൈകുന്നേരം കട്ടൻ ചായ. ഇനി ഞാൻ ഇതിലേക്ക് ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ അമ്മേ. ഉപ്പിട്ടോ? ഉപ്പിട്ടു. പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. നല്ല കളർ കിട്ടാൻ അല്ലേ? അതെ. കളർ എനിക്ക് നിർബന്ധ. പക്ഷെ ഇത് കളർ കുറവാകുമോ ചെയ്യാൻ തോന്നുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. പക്ഷെ മഞ്ഞപ്പൊടിയുടെ ടേസ്റ്റ് തന്നെ വരുമോ? അതാണ് ഒരു കൂടെ വേണോ? വേണോ? കൂടെ ഇടാൻ തോന്നുന്നു. ഇനി വേണ്ടമേ? മതിയോ? പിന്നെ അത് മൊരിയുമ്പോഴുള്ള കളർ ഉണ്ടാവും. മതി മതി. കാരണം അല്ലെങ്കിൽ നല്ല മഞ്ഞപ്പൊടി ചോദിച്ച പണി. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്കിനി ഇത് ഉരുണ്ട് പോവാ. ഇതിലേക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. നമ്മളെ സ്വന്തം നാട്ടിലെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോ അതിനൊരു പ്രത്യേക ഒരു സംതൃപ്തി മനസ്സിന് അല്ലേ? പേരും അതന്നെ. പേരും അതന്നെയാണ്. അതെ. ഞാനത് ഓർക്കാതെ പറഞ്ഞാമു. ശരിക്കും സംതൃപ്തി മനസ്സിന് എന്ന് പറഞ്ഞപ്പോ ആ എണ്ണയാണ് പിന്നെ ഓർമ്മ വന്നത്. നല്ല എണ്ണയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ആണ്. ഈ ചക്കിലാട്ടിയ എണ്ണയുടെ ടേസ്റ്റ് ഇല്ലേ? നമ്മളിപ്പോ എല്ലാത്തിനും ഇതാണ് എടുക്കുക. ഈ എണ്ണയാണ് എടുക്കുക. ഇനി ഇത് കഴിയണ വരെ എന്നിട്ട് വേണം ഇനി ആദ്യം ഓർഡർ ആക്കാൻ വേണ്ടിട്ട്. പിന്നെ എണ്ണ നല്ല ചൂടായിക്കോട്ടെ. അപ്പൊ നിങ്ങള് മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോണ സമയത്ത് നിങ്ങൾ സംതൃപ്തിയുടെ എണ്ണ കണ്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിച്ച് നോക്കൂ. നമ്മൾ ഇതാണ് ഉപയോഗിക്കാറുള്ളത്. ഇത് എവിടെയാകുമ്പോ ചീരട്ടാമല അല്ലെ? ചീരട്ടാമലയാണ് കേട്ടോ സ്ഥലം. ഞാൻ അമ്മേനെ ഈ വീഡിയോയിൽ ആരും കണ്ടില്ല എന്ന് പറയരുത്. ഇതാ അമ്മ പഴംപൊരി, ഇതാ മാവ്, ഇതാ എണ്ണ, നല്ല റെഡിയായി.
അതെ, ഇവിടെ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് അച്ഛൻ എന്താ ചെയ്യണ പോയി നോക്കാം. നമുക്ക് കുറെ പണിയുണ്ട് കേട്ടോ. ഇവിടെ ഹോളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മള് പോയി വന്നല്ലേ ഉള്ളൂ. ചന്ത ഉറങ്ങുന്നു. വാവാവോ നീ വാവാവോ വാവാ കുട്ടി വാവാവോ. അച്ഛൻ അങ്ങനെ ഉറങ്ങുകയാണ്. ഇതാ കാലിക്കുപ്പി കൊണ്ട് എന്തോ സൂത്രപ്പണി കണ്ടെത്തിയുള്ളൂ. ആ പാലുകുപ്പി. മുത്തശ്ശി പാലും കുപ്പി എന്ന് പറയുമ്പോ നമ്മള് ചെറിയ കുട്ടികള് പാല് കുടിക്കില്ലേ, അതാ ഓർമ്മ വരാ പെട്ടെന്ന്. ഒരു ദിവസം അമ്മായി പാലും കുപ്പി കൊണ്ടുവന്നതാ. എന്നിട്ട് ഇവിടെ നിന്നിട്ടേ ചണ്ടി പറയണേ, അമ്മച്ചയ്ക്ക് കൊടുക്കാം. എന്നിട്ട് അമ്മ അടുത്ത് തട്ടിപ്പറിച്ച് വാങ്ങി എന്റെ അടുത്ത് തന്നിട്ട് ചിറുക്കിയത്. നല്ല ഇഷ്ടമാണ്. അതെ, ഇത് നമുക്ക് ഇവിടെ കഴുകി വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതെ, രവിയേട്ടനെ കണ്ടപ്പോഴേ പാലുണ്ടെന്ന് വെച്ചാൽ കൊറേ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, നിറച്ച് ഇതേപോലെ ബോട്ടിലാക്കിട്ട് സൈക്കിളിൽ ഇങ്ങനെ വെച്ച് കണ്ടു ഒരു ബോക്സില്. അപ്പൊ കണ്ടപ്പോ പാലാണ് പറയാ. പാലുണ്ടെങ്കിൽ വേണമെങ്കിൽ വൈകുന്നേരം കിട്ടിയാലും മതി. അപ്പൊ പാല് മുത്തശ്ശി എനിക്കാന്ന് ചോദിച്ചു. എന്തായാലും നല്ല വെയിലുണ്ട്. നമുക്ക് പോയോക്ക, ചെലപ്പോ എണ്ണ ഉണ്ടാവും. അമ്മക്ക് ഇടാൻ താല്പര്യം ഉണ്ടോ? എന്നാ ഞാൻ പിടിക്കാം. അതെ, ഇനിയിപ്പോ നമുക്ക് ഇതൊക്കെ വൃത്തിയാക്കാണ്ട്. ഇതൊക്കെ നമ്മളിപ്പോ ടൗണിൽ പോയപ്പോഴേ നമുക്ക് കുറച്ച് സാധനങ്ങളും. അതെ, മുത്തശ്ശിക്ക് ഇന്ന് സ്കാനിങ് കഴിഞ്ഞു. റിപ്പോർട്ട് കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ കണ്ടു, ഒരുപാട് സന്തോഷം. നമുക്ക് ഡോക്ടർ എന്താ പറഞ്ഞെന്നുള്ളത് നമുക്ക് എല്ലാവരോടും പറയാം. റിപ്പോർട്ട് കാണിച്ചതിന് ശേഷം ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഉള്ളത് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ? എണ്ണ ചൂടായി തുടങ്ങി. നേടണോ? അമ്മ എടുക്കാം. പിടിച്ചോളൂ. ഓക്കെ. ഇതാ നല്ല സുഖം. അങ്ങനെ പിടിച്ചു നിന്നാ മതി. കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അമ്മു ട്രൈപോഡ് വാങ്ങിക്കൊടുക്കും. ട്രൈപോഡ് നമ്മുടെ അടുത്ത് 3-4 ഉണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൂടുതൽ എളുപ്പം ഇതായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. നമ്മുടെ പഴംപൊരി എന്താ അവസ്ഥ അറിയില്ല. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതെ, അയ്യോ ഓക്കെ. ഇനി ഒന്നായിട്ട് മറിച്ചാൽ മതി. ഒന്നായിക്കോട്ടെ, ഒന്നും കൂടെ ആവണം. ഒന്ന് ഗ്യാസ് കൂട്ടിക്കോളൂ. ഓക്കെ. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി കാപ്പിപ്പൊടി ഇടാം. സാധാ പൊടി ഇല്ലല്ലോ, മറ്റേ മതി. ഇത് മതി അല്ലേ? ഞാൻ വൈകുന്നേരം കാപ്പി കുടിക്കാറില്ല, പക്ഷെ പഴംപൊരി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്ന് അത്ര മതി. ലൈറ്റ് പൊടി മതി. നമ്മള് പാല് വയ്ക്കെങ്കിലേ നല്ലോണം പൊടി ആവശ്യമുള്ളൂ. ശരി. അപ്പൊ അത് ഓഫ് ചെയ്യണേ. നമ്മള് പഴംപൊരി നോക്കട്ടെ. ഞാൻ ഇളക്കി കൊടുക്കണോ? അല്ല കുഴപ്പമില്ല, നമുക്ക് പിടിക്കണ്ടേ. ഇപ്പൊ നമ്മള് ട്രൈപോഡിലാട്ടോ എടുക്കണത്. മറ്റത് നമ്മള് മറ്റേ സാധാ കയ്യില് പിടിച്ചിട്ട് എടുക്കുമ്പോഴേ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നല്ല എളുപ്പട്ടോ. അതെ, അമ്മ എന്നാ വാങ്ങിയേ? ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മ ഇതിലൊക്കെ എടുത്ത് പഠിക്കണം. നോക്കട്ടെ അമ്മ പറ്റുമോ നോക്കാം. ഞാൻ ശ്രമിക്കും. എനിക്ക് പറ്റണ പോലെ ഞാൻ ചെയ്യും. അമ്മേനെ കെട്ടിപ്പിടിക്കാൻ നല്ല സുഖം. എന്താ അറിയോ? തടിയിലുണ്ടോ? പണ്ട് എന്റെ ഒപ്പമുള്ള ഫ്രണ്ട്സ് ഒക്കെ പറയലുണ്ട്, മയനെ ഹഗ് ചെയ്യാൻ നല്ല സുഖം. അപ്പൊ എന്താ തടിയിലുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇത് ഏകദേശം ആവാറായിട്ടോ. ഞാൻ ഒന്നുകൂടെ മറിച്ചെടുത്തേ കാണിക്കാട്ടോ. അതിന് ഒരുമിച്ചോട് അയ്യോ നിക്ക് ഞാക്ക 2 ഇതുകൊണ്ടാക്കാം. അതായി, അതൊന്നും എടുത്തോളാം. വാവ്, ഇതിപ്പോ നമ്മള് എണ്ണ പോകാനുള്ള പാത്രം എടുത്തില്ല. അതെ, അത് നമ്മളെ ഷെഡിലാണ് ഉള്ളത്. ടിഷ്യൂ പേപ്പർ ഇവിടെ താഴെ ഇല്ലേനു. ഇല്ലല്ലോ, നല്ലായിരുന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിങ്ങനെ വെക്കാം അല്ലേ? കുറച്ച് കഴിയുമ്പോഴേക്കും എണ്ണ പോയിക്കോളും. പിന്നെ അങ്ങനെ എണ്ണ കുടിക്കില്ലേ അതേ. അതിനാണ് നമ്മൾ ഈസ്റ്റ് ഇടുന്നത്. ടേസ്റ്റും കൂടും. അമ്മേ ഫോണിലേക്ക് തെറിച്ച അമ്മേ ഉഷാറാവൂട്ടോ. ഞാൻ അതാ ഞാൻ പറഞ്ഞതേ. അത് വേണ്ട, അത് ഒരുമിച്ചിരുന്നോട്ടെ. പോന്നു. ഈ അമ്മേനെ ഞാൻ
ആ വേറെ ചെയ്യാൻ മൂപ്പോ ഈ അമ്മ നമുക്ക് എടുക്കാൻ എളുപ്പമാണല്ലോ. ആ നേരത്തെ പോലെ എണ്ണ തറച്ചിട്ടുണ്ടെങ്കിൽ ഉഷാറായിരുന്നു ഇപ്പൊ. ഇല്ല ഇനിയാവില്ല. നമുക്ക് എടുത്തോളൂ എണ്ണ അത്. എന്നാ നമ്മള് ഉരുളിയിലല്ലേ ഉണ്ടാക്കാറ്, അതിലാകുമ്പോ നല്ല വിസ്തൃതി. നല്ല രസമായിട്ടൊന്ന്. ആരാ മാവ് കുഴച്ചത് പ്രസീത കുട്ടി? അമ്മ കുട്ടി. ആ അതിന്റെയാണ് ഈ കാണുന്നത്. പിന്നെ ആരും മുഖത്ത് പറയില്ല, ഞാൻ ഇന്നെ തന്നെ പറഞ്ഞ കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് ഈ അമ്മ ഇങ്ങനെയാണ്? ഞാൻ വിചാരിക്കില്ല. ക്യാമറ ഓണാക്കി നമ്മളിങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ നമുക്ക് അത്രയും പരിചയമുള്ളവർ വരുമ്പോൾ സംസാരിക്കും. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പക്വതയായിട്ട് അധികം മിണ്ടാതെ റെഡി റെഡി റെഡി. യെസ്, നമ്മുടെ പഴംപൊരി കുട്ടൻ കണ്ടോ? 3 എണ്ണമായി. ഞാനൊന്ന് പുറത്ത് പോയിട്ട് കാണിക്കാം. നല്ല ചൂട് ചൂട് പഴംപൊരിയാണ്. നമ്മൾ കടയിൽ കിട്ടുന്ന അതേ ഭംഗി ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാറുള്ളത് പറയൂ. അച്ഛാ പഴംപൊരിയാണോ? ചായ ഇപ്പൊ വെച്ചിട്ടുണ്ട്. 3 എണ്ണം കഴിക്കുക അമ്മ. അച്ഛൻ 3 എണ്ണം എടുത്തു അമ്മേ. ഓ ഗോഡ് അമ്മേ, അച്ഛൻ 3 എടുത്തു. ഇവിടെ എന്തെങ്കിലും മണി ഒപ്പിച്ചോ? അമ്മ ഒന്നൊന്നിട്ടതിരുന്നേ. ഞാൻ 2 എണ്ണം എടുത്തു. നമുക്ക് പേടിയാവണം അമ്മേ. ഒരു കാര്യം ചെയ്യാ, നമുക്ക് മറ്റേ കുടിയില് പോലത്തെ മറ്റേ സാധനല്ലേ, ഫ്ലക്കർ പോലത്തെ, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടിട്ട് അങ്ങോട്ട് ഇടാ. ഇതിപ്പോ ജീവൻ മരണ പോരാട്ടം ചെയ്യണതാണ് ഇങ്ങനെ ആകുമ്പോ. അല്ലേ അമ്മേ, ആ 3 പഴംപൊരി അച്ഛെടുത്തു കേട്ടോ. അല്ല അപ്പൊ വേറെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ആ. മുത്തശ്ശി കട്ടൻ ചായ റെഡിയാണോ? ആ മുത്തശ്ശിക്ക് ഒരു പഴംപൊരി. അതെ, ഏതാ വലുത് നോക്കട്ടെ നോട്ടെ. രതീഷ്, മുത്തശ്ശിക്ക് രതീഷിനെ കിട്ടി. ആ സിനിമയില് പഴംപൊരിക്ക് രതീഷ് എന്നാ പറയണതേ. ആ കഴിച്ചു നോക്ക, എങ്ങനെയുണ്ട്? കറുമുറു ഇല്ലേ? ആ നന്നായിട്ടുണ്ട് പറയൂ, ഞാനാ ഉണ്ടാക്കിയത്. ആ താങ്ക് യു മുത്തശ്ശി. അപ്പൊ ഇതും ആയില്ലേ? ആ ഇനി അത് മറിച്ചിട്ട് അടുത്ത ഇടുക. മുത്തശ്ശിയെ, അപ്പൊ ദാ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മൂന് പഴംപൊരി ഉണ്ടാക്കണം നിർബന്ധം അല്ലേ? ഞാൻ പറഞ്ഞു അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം ഉണ്ട്, അടയുണ്ട്, അപ്പുണ്ട്, അതൊക്കെ പോരെ പിന്നെ പോരെ വെച്ചു. അല്ല മുത്തശ്ശി ഞാൻ ഇത് ഇന്ന് ഉണ്ടാക്കണം വിചാരിച്ചു. സ്വഭാവം തോന്നി അപ്പൊ അതിന് ചെയ്തേ പറ്റൂ. അതെ നമ്മളൊന്നും പറഞ്ഞൊന്നും ശരിയില്ല. ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളാട്ടോ ആൾക്കാർ തെറ്റിദ്ധരിക്കേ. ഞാൻ വല്ലത് അമ്മൂനെ പറ്റി പറയുള്ളൂ. അതെ, അല്ല ഇപ്പഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് മോശപ്പെട്ട കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ വിചാരിക്കാ അതിനെന്തോ വേറെയൊക്കെ ഉണ്ട്. ആ കാരണം പറയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ. ഇനി പറയൂ, ഞാൻ നല്ല കുട്ടിയെ പറയൂ. അമ്മ മുത്തശ്ശി നല്ല ഇതിലാണെന്ന് എല്ലാവർക്കും അറിയാം. ആ അതെ, അത് കേട്ടാ മതി. അതെ, ചിറിച്ചിറിച്ചക്ക് വായ ഇവിടെ അങ്ങനെ ഇതാവണു. അപ്പൊ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെ, കണ്ടാ തിന്നാൻ തോന്നും. ആ അതെ. മുത്തശ്ശി കഴിച്ചു 1, അച്ഛൻ കഴിച്ചു 2 എണ്ണം. ആ ഞാനും 1 എണ്ണം കഴിച്ചു. അതിന്റെ ഇടയില് 3 എണ്ണമാണ് അമ്മ പ്ലേറ്റ് കൊടുത്തത്. 2 എണ്ണം കഴിച്ചു അപ്പൊ തന്നെ. കൊടുത്തപ്പോ അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ. അല്ല അപ്പൊ 3 വാങ്ങിട്ടോ. അപ്പൊ ഞാൻ വെച്ചു 3 കഴിക്കുവോ? അപ്പൊ 2 എണ്ണം കഴിച്ചിട്ട് പിന്നെ ഇങ്ങട് ഒന്ന് തന്നു നമുക്ക്. അതെ, മതി. ആ അതാ ശരിയാ. അപ്പൊ പഴംപൊരി എല്ലാരും ഇങ്ങനെ എല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല ഇഷ്ടായി. ഞാൻ ചെറുതായി ഒന്ന് ടേസ്റ്റ് ചെയ്തു. അതെ, ഇപ്പൊ കുഞ്ഞാവയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ വേഗം കൊടുക്കായിരുന്നു. കുഞ്ഞാവയുടെ ഒക്കെ എക്സ്പ്രഷൻ കാണായിരുന്നു. കുഞ്ഞാക്ക് ഇഷ്ടാ പഴംപൊരി. ആ അതെ, മാളൂനും അതെ. അപ്പൊ എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ നാളെ വരാം. ബൈ ബൈ. ബൈ.